ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ, വീണ്ടും ഒരു പുതിയ ദിനത്തിൽ നിങ്ങളെ കണ്ടുമുട്ടുവാൻ സാധിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഒരു ദിവസം നൽകി അനുഗ്രഹിച്ച നമ്മുടെ കർത്താവായ ദൈവത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എന്നും സൂചിപ്പിക്കാറുള്ളത് പോലെ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ സുവിശേഷം ലോകമെങ്ങും പ്രചരിപ്പിക്കുവാൻ നമുക്ക് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. അതിനായിട്ട് നിങ്ങളാൽ കഴിയുന്ന ചെറിയ സഹായം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ സുവിശേഷം ലോകമെമ്പാടും എത്തിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വിചിന്തനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എന്നും സൂചിപ്പിക്കാറുള്ളത് പോലെ, ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ ഇന്നത്തെ സുവിശേഷം ഒന്ന് മനസ്സിരുത്തി വായിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു നിമിഷം മനസ്സിരുത്തി വായിക്കുന്നതിലൂടെ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ സുവിശേഷം നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ടും, അതുപോലെ തന്നെ വിചിന്തനത്തിലൂടെ നമുക്ക് കൂടുതൽ ആഴത്തിൽ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ടും സാധിക്കുന്നതായിരിക്കും. ഇന്നത്തെ സുവിശേഷം എന്ന് പറയുക മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള ചെറിയ ഭാഗമാണ്. വളരെ 5 വാക്യങ്ങൾ മാത്രമുള്ള ഭാഗമാണ്. അതൊന്ന് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുക, നമ്മൾ കാണുക, നമ്മൾ എടുക്കുക, അതിനകത്തുള്ള പ്രധാനമായിട്ടുള്ള 1-2 വാക്കുകളാണ്. അത് ഇപ്രകാരമാണ്: ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിക്കുക. പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗത്ത് നിന്ന് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുക, പ്രാർത്ഥനയുടെ ശക്തിയും ദൈവത്തിൻ്റെ ഔദാര്യവും എന്നുള്ള ഒരു ഭാഗമാണ്. അതാണ് വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അന്തസത്ത എന്ന് പറയുക. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് സ്നേഹത്തോടും ദയോടും കൂടെ നമ്മളോട് പ്രതികരിക്കുമെന്ന് നമുക്ക് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതാണ് ഈശോ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ള വാക്കുകൾ: ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മറക്കാതെ ചെയ്യുവാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു. വിശ്വാസത്തോടെ തൻ്റെ മക്കൾ അവനെ സമീപിക്കുമ്പോൾ അവൻ്റെ മക്കളെ, അവരെ അനുഗ്രഹിക്കാനുള്ള ദൈവത്തിൻ്റെ സന്നദ്ധതയെക്കുറിച്ചാണ് ഇന്നത്തെ ഭാഗം നമുക്ക് വ്യക്തമാക്കി തരിക. പ്രിയമുള്ളവരെ, ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക എന്നതിലുള്ള ദൈവത്തിൻ്റെ ക്ഷണം പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ പ്രാധാന്യം നൽകുവാനായിട്ട്, അല്ലെങ്കിൽ ആ സ്ഥിരതയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വാക്കും എടുത്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് നാം ദൈവത്തെ സമീപിക്കണം. അവൻ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ നമ്മുടെ ദൈവത്തോട് ചോദിക്കുവാനായിട്ട് നമ്മൾ സന്നദ്ധരാകണം. അതുപോലെ തന്നെ അന്വേഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതവും മാർഗനിർദ്ദേശവും അന്വേഷിക്കുന്ന ഒരു സജീവ ശ്രമത്തെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മളെപ്പോഴും സന്നദ്ധരായിരിക്കണം. അതൊന്ന് അന്വേഷിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കണം. അതുപോലെ തന്നെ മുട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ സ്ഥിരോത്സാഹത്തോടുകൂടെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഉത്സാഹം നഷ്ടപ്പെടാതെ ദൈവത്തിൻ്റെ വാതിൽ എപ്പോഴും നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ എപ്പോഴും മുട്ടിക്കൊണ്ടിരിക്കണം. ദൈവത്തെ എപ്പോഴും നമ്മൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുക. ചോദിക്കുന്നവർക്ക് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു, മുട്ടുന്നവർക്ക് വാതിൽ തുറക്കപ്പെടുമെന്ന് ഈശോ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഉറപ്പ് നൽകുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഔദാര്യവും സ്നേഹവും ഒരു രണ്ടാമത്തെ ഘടകമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടിയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഉപമ യേശു നൽകുന്നു. മനുഷ്യരായ നിങ്ങൾക്ക് നിങ്ങളുടെ പരിമിതികൾക്കിടയിലും നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ നൽകണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായിട്ട് നല്ല കാര്യങ്ങൾ നൽകും.
നമുക്ക് ഏറ്റവും നല്ലത് ആഗ്രഹിക്കുന്ന സ്നേഹവാനായ പിതാവാണ് നമ്മോട് കൂടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള ദൈവത്തിൻ്റെ ഉത്തരങ്ങൾ നാം പ്രതീക്ഷിക്കുന്നത് പോലെ ഉടനടി അല്ലെങ്കിൽ കൃത്യമായി ദൈവം നൽകിയെന്ന് വരില്ല. നമുക്ക് എന്താണ് ഏറ്റവും നല്ലത് എന്ന് അവിടുന്ന് അറിയുന്നു. അതുകൊണ്ട് അവൻ്റെ സമയത്ത് അവൻ്റെ രീതിയിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റിത്തരും. പ്രിയമുള്ളവർ, മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുക, വിശ്വാസത്തോടെയും ദൈവഹിതം അനുസരിച്ചും നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കണം. നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ വേറൊരു ഭാഗത്ത് നമ്മൾ കാണുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ്: അതായത്, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും യോജിച്ച് പറഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനാൽ നിങ്ങൾക്കത് ലഭിക്കും എന്ന് ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തി ഈശോ ഇവിടെ എടുത്തു കാട്ടുകയാണ്. അതുപോലെ തന്നെ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 1-ാം അധ്യായം 5-8 തിരുവചനത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്: പ്രാർത്ഥനയിൽ വിശ്വാസം അനിവാര്യമായതിനാൽ നാം സംശയിക്കാതെ ചോദിക്കണമെന്ന് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം തിരുവചനം യേശു പറയുന്നു: വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. വിശ്വാസം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്കുള്ള വാതിൽ നമുക്ക് തുറന്നു തരുന്ന ഒരു ഘടകമാണ്. അതുപോലെ യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറഞ്ഞു വെക്കുന്നു: അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും ചോദിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു, ദൈവഹിതം എല്ലാറ്റിനുപരിയായി തേടുന്നു എന്നുള്ളതാണ്. 4-മത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുക, അതൊരു സുവർണ്ണ നിയമമാണ്. പ്രിയമുള്ളവരെ, സുവർണ്ണ നിയമം എന്ന വാക്യത്തോടെയാണ് ഈ ഒരു ഭാഗം അവസാനിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതോ അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈശോ നമ്മളോട് പറയുന്ന ഈ ഒരു സുവർണ്ണ നിയമം. ഇതാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും. പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുക മാത്രമല്ല, അവൻ്റെ സ്നേഹം ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മെ രൂപാന്തരപ്പെടുത്തണം. മറ്റുള്ളവർ നമ്മെ കൂടുതൽ അനുകമ്പയുള്ളവരും ദയയും ഉള്ളവരായിരിക്കണം. മറ്റുള്ളവരോട് നമ്മൾ അല്പം അനുകമ്പയും ദയയും ഒക്കെ കാണിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിക്കാനും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനും അവൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നതിൽ സ്ഥിരോത്സാഹം കാണിക്കുവാനും നമ്മെ ക്ഷണിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങളുമായി നാം ദൈവത്തെ സമീപിക്കുമ്പോൾ അവൻ എപ്പോഴും ഏറ്റവും മികച്ചത് നൽകുന്നുവെന്നറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടിയുള്ള അവൻ്റെ പദ്ധതിയിലേക്ക് നമുക്ക് തുറവിയുള്ളവരായിരിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ വിശ്വാസത്താൽ നിറയട്ടെ. നാം പരസ്പരം എങ്ങനെ പെരുമാറും എന്നതിൽ നമ്മുടെ ജീവിതം ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കട്ടെ. ദൈവം നമ്മളുടെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.